ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അധിച്ചാൻ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു PvPയും കൊണ്ടാണ്. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണും. സോ ഇന്ന് നമ്മളിവിടെ കളിക്കാനുള്ളത് ആഷസും ആൻഡ് ഫാസ്റ്റുമാണ്. ഇവർ രണ്ടുപേർക്ക് ഇന്ന് സംസാരിക്കാൻ പറ്റില്ല. അത് ചെറിയൊരു പ്രശ്നം കൊണ്ടാണ്. അത് കുഴപ്പമില്ല, അടുത്ത വീഡിയോയിൽ അവർ സംസാരിക്കുന്നതായിരിക്കും. സോ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ ആ വീഡിയോയിലേക്ക് പോകാം. എവരേലൊന്നുമില്ല, അത് ഉറപ്പാണ്. ഞാനാണെങ്കിൽ എൻ്റെ ഇൻവെൻറ്ററി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട, എൻ്റെ കയ്യിലൊന്നുമില്ല ആൻഡ് അവരേലൊന്നുമില്ല. കാര്യം അവരെ ഞാൻ ഇപ്പോൾ കൊന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് തുടങ്ങാം. ഇതെന്ന് പറഞ്ഞൊരു 40 minutes PvP എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് പോലെയല്ല. ബാക്കി എല്ലാത്തിലും എല്ലാവരും നെതറേറ്റ് ആർമറൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ PvPക്കൊക്കെ ഇറങ്ങുന്നത്. പക്ഷേ ഇത് നമ്മളൊരു ഫ്രഷ് വേൾഡ് തുടങ്ങി നമ്മൾക്ക് 40 മിനിറ്റിനകത്ത് എന്തൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ വെച്ചാണ് ഒരു PvP. ഇതിൻ്റെ പാർട്ട് 1 ആണിത്. സോ നമുക്ക് പോവാം. രാത്രി തുടങ്ങണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാര്യം കുറേ സോംബി എന്താ ഇവിടെ അടങ്ങാൻ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. എൻ്റെ സ്കിന്ന് ഞാൻ മാറ്റി. എങ്ങനെയുണ്ട് ഗൈസ്? സ്കിന്നിനെ കുറിച്ച് താഴെ കമൻറ്റ് ചെയ്യും. നമുക്ക് അവനെ ചെന്നൊന്ന് ഹെൽപ്പ് ചെയ്തിട്ട് വരാം. ഡേ സോംബി ഇവിടെ മാറിയില്ല. കൊച്ചെറുക്ക അയ്യോ, എന്നെ അടിക്കല്ലേ. ഓടിക്കോ ശിവനേ, ഇത് യാതില്ല. സോ ഗൈസ്, ഇത് ഇത്തിരി പാടാണ്. കാര്യം രാത്രി റെക്കോർഡ് ചെയ്യാന്ന് പറയും. ഞാൻ എപ്പോൾ റെക്കോർഡ് ചെയ്താലും രാത്രിയാണല്ലോ. എന്തായാലും ഇപ്പോൾ രാത്രിയില്ലേ, ഇനി ഇപ്പോൾ തുടങ്ങാം. നമ്മളപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു അയൺ ആർമറും ഒരു ഷീൽഡും ഒപ്പിച്ചു കഴിഞ്ഞാൽ ഈ PvPയിൽ പകുതി ജയിച്ചതുപോലെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി അവന്മാർ കണ്ടുപിടിക്കുന്നതനുസരിച്ചിരിക്കും നമ്മൾ ജയിക്കുകയോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ. നമുക്ക് നേരെ നമ്മൾ ഈ വീട്ടിനകത്തെല്ലാം കാണുന്നു. അയ്യോ, സ്കെൽട്ടൻ ഓടിക്കോ. ഞാൻ ഇതെന്ത് പ്ലെയർ ആയിരിക്കട്ടെ, എങ്ങോട്ടെങ്കിലും പോവില്ല. പക്ഷെ മതി. തടി ഇവിടെ ഇരിക്കുകയായിരുന്നു ആ കൊച്ചി കള. നമ്മളിന്ന് തടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. യവന്മാർ എന്തൊക്കെ എടുക്കുമെന്ന് തമ്പുരാൻ അറിയാം. അവിടെ ഇത്രേ ഉള്ളൂ, 3 ഉള്ളൂ. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ പോലും തികയില്ല മണ്ടന്മാർ. നേരം വെളുത്ത് വിളി ഇറങ്ങിയോ ഗൈസ്. അങ്ങനെ നേരം വെളുത്ത്. അയ്യാ, ഇവിടെ ആരുടെ കുഴി വെട്ടി വെച്ചിരിക്കുന്നു. നമുക്ക് നേരെ താഴെ ചെന്ന് ആ തടി എടുക്കാൻ പറ്റുമെങ്കിൽ ആ തടി അങ്ങ് എടുത്ത് തുടങ്ങി. അയ്യോ, ഈ ആഷുമോനെ കൊണ്ട് എനിക്ക് വയ്യ. നമുക്കും ഒരു മൂലയിൽ നിന്ന് അങ്ങ് തുടങ്ങാം. വെട്ടിക്കോ. ഈ തടിയൊക്കെ ഇവിടെ ഉള്ളത് എന്ത് നല്ലതാണെങ്കിൽ. ഒരു വില്ലേജിൽ കയറി കഴിഞ്ഞാൽ തടിക്ക് പഞ്ഞമില്ല. എല്ലായിടത്തും തടിയാണ്. വില്ലേജറിൻ്റെ വീട്ടിൽ തടിയാണ്, ഫാമിൽ തടിയാണ്. ഗോലം ഒക്കെ നല്ല തട്ടി വെക്കാം. ഗോലം, മിസ്റ്റർ ഗോലം. അയ്യോ, ചത്ത്. എൻ്റെ അപ്പുറത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അയ്യോ, അതിനെക്കാട്ടി വലിയ അപമാനം എനിക്ക് വേറൊന്നുമില്ലേ. അയ്യോ. ബൈ ദ വൈ, നിങ്ങൾക്ക് അവരെ കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾക്ക് എനിക്ക് കിട്ടിയ ബുക്കിനെ കുറിച്ച് കൈ കണക്കൊന്നുമില്ല. ഇത് എനിക്ക് ആദ്യമായിട്ട് പറ്റിയ തെറ്റാണ്. മണി അടിച്ചു നോക്കുക. കൊള്ളാം, സൂപ്പർ. നമ്മൾ നേരെ ഇനി എങ്ങോട്ടെങ്കിലുമൊക്കെ ഇറങ്ങി പോവുക, ഇല്ലെങ്കിൽ പണി കിട്ടും. ആദ്യം കുറച്ച് വുഡും കൂടെ എടുത്തോട്ട്. ഈ വുഡില്ലെങ്കിൽ ഇതിലൊന്നും നടക്കൂല. സോ ഗൈസ്, ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ഐറ്റംസ് ആൻഡ് ഇതേപോലെ നല്ല വെറൈറ്റി കണ്ടൻറ്റ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ചാലഞ്ചൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇതേപോലെ ഒരാൾ പറഞ്ഞ ഐഡിയ ആണ് ഈ 40 minutes PvP. ആൻഡ് നമ്മളെ കൂടെ നമ്മൾ 3 പേര് മാത്രമല്ല, ഇനി ആൾക്കാർ വരാണ്ട്. എസ്പെഷ്യലി ഹാക്കർ 999. അവൻ PvPയിൽ ഭയങ്കര പ്രോയാണ്. അതുകൊണ്ടാണ് അവനിത് വിളിക്കാത്തത്. സോ അവൻ വന്നു കഴിഞ്ഞാൽ നമ്മളാരും ജയിക്കില്ല, ഉറപ്പാണ്. അവൻ്റെ ഒരു സ്റ്റിക്ക് കിട്ടിയത് തന്നെ അവൻ അടിച്ചും കൊല്ലും. സോ അവനെ നമ്മൾ ഒരു ദിവസം PvPക്ക് വിളിക്കുന്നതാണ്. അവനെ കൂടെ PvPക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ വില്ലേജ് വിട്ട് പോവാം. സംഭവം ഇവിടെ ഒരു ലൂട്ടോ ഒന്നുമില്ല ആക്ച്വലി. ഇവിടുത്തെ ലൂട്ടൊക്കെ എവിടെ പോയെന്ന് വെച്ചാൽ ഈ സർവർ തുടങ്ങിയപ്പോഴിങ്ങനെയാണ്. ഈ വില്ലേജിൽ വലിയ ലൂട്ടൊന്നും ഇല്ലായിരുന്നു. മോൺസ്റ്റർ ഹണ്ടിങ്. അതിൻ്റെ മുമ്പ് അഡ്വാൻസ്മെൻറ്റ് വേണ്ടി. ഈ കോഴി ഇതൊന്നും അല്ലാവും.
വേണ്ട, ജീവിച്ചു പോട്ടെ. നമുക്ക് ഇനി എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യാം, അതാണ് നല്ലത്. ഇങ്ങനെ നടന്ന് എവിടെയെങ്കിലുമൊക്കെ എത്തുമായിരിക്കും. ആക്ച്വലി എനിക്കൊരു പുതിയ വില്ലേജ് കണ്ടുപിടിക്കണം, എന്നാൽ വരാത്ത രീതിയിൽ. ഹണി ബീയും പൂവും. ഇപ്പം ചത്തേനെ കോപ്പ്. നമുക്ക് ഫുഡ് വേണം. ഫുഡ് ഫുഡ് വേണം. ഫുഡില്ലാതെ ഒരു കളിയില്ല. ഇവിടെ ഭയങ്കര കാടാണ്. നമുക്കപ്പോൾ സ്പ്രിങ് ജമ്പിങ് പാടായിരിക്കും, പറഞ്ഞില്ല. സോ നമുക്ക് എത്രയും പെട്ടെന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യണം. കാര്യം 40 മിനിറ്റ് സമയമുള്ളൂ. 40 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ എന്തോന്നത് ബീ ഹൈഫിൻ്റെ മേളമാണല്ലോ. എത്ര എണ്ണോടെ ഇവിടെ. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബെഡ് റോക്കിലാണ് ഇതേപോലെ പൂവിൻ്റെ അടുത്തുള്ളതൊക്കെ നല്ല വൃത്തിയ ഫ്ലവർ വരുന്നതെന്നാണ് ഹണി ബി വരുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇങ്ങനെയാണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്, എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. എൻ്റെ എല്ലാവരും പറയും ഈ രാവിലെ വെതർ ഭയങ്കര വീക്കാണെന്ന്, ആൻഡ് ബെഡ് റോക്കിൽ ഭയങ്കര പവറാണെന്ന്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വെതറിനൊക്കെ ഒന്ന്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ ബെഡ് റോക്ക് കളിച്ചിട്ടില്ല. സോ ബെഡ് റോക്ക് എനിക്ക് ഇഷ്ടമല്ല. സംഭവം എന്ന് വെച്ചാൽ അതിൽ കുറേ ഇഷ്ടമല്ലെന്നല്ല, ഈ ഒരു ജാവയിൽ അത്ര ഇതില്ല. കാര്യം നമുക്ക് അണ്ടർ വാട്ടറിൽ ഡോർ വെച്ച് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതേപോലെ മാഗ്മ വേണം വെള്ളത്തിൻ്റെ അടിയിൽ ബ്രീത്ത് ചെയ്യണമെങ്കിൽ. അതേപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബെഡ് റോക്കിൽ നമ്മൾ ഈ പോസ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ആവത്തില്ല, ശരിക്കും പോസൊന്നും ആവത്തില്ല. അങ്ങനെ തന്നെ നിന്നിട്ടങ്ങ് പോവും. മഴ തുടങ്ങി. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇല്ലായിരുന്നു ഗൈസ്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്തതാണ്, അല്ലാതെ തീറ്റിക്കൊന്നുമില്ല. എൻ്റെ കയ്യിലോട്ട് നോക്കി അതേ ഐറ്റംസ് തന്നെ എപ്പോഴും എൻ്റെ കയ്യിരിക്കണം. തിന്നാനൊന്നുമില്ല. എന്നെക്കാട്ടി ഗതികെട്ടവ ഈ ലോകത്ത് എവിടെയെങ്കിലും കാണും. റോട്ടൻ ഫ്ലഷ് ഒന്നും ജീവിക്കുന്നു ഞാൻ. ചെറി ബ്ലോസം, എനിക്ക് ഈ ചെറി ബ്ലോസം മരം കാണുമ്പോഴേ ഒരു ഇതാണ്, വൈബാണ്. ഇതിൻ്റെ ആ ഒരു ഫുഡും ഈ തറ കിടക്കുന്ന ഈ സംഭവം, ഇതൊക്കെ സൂപ്പറാണ്. നമുക്ക് ഈ പന്നിയൊക്കെ അങ്ങ് കൊന്നാൽ അല്ലെങ്കിൽ ജീവിച്ചു പോട്ടെ. വില്ലേജ്. ഓ ഗൈസ്, അങ്ങനെ നമുക്ക് PvPയിൽ വേണ്ട ഫുഡ് ഇവിടെ നിന്ന് കിട്ടും. മറ്റേ സംഭവം പോയി കുത്തി, മറ്റേ ആ ഒരു പോയ്സൻ്റെ എഫക്റ്റ് ഒന്നും പോയി. നമുക്കാദ്യം എമ്മാരെയൊക്കെ വീട്ടിൽ കയറി വെക്കാം. ഒന്നുമില്ല. അടുത്തവൻ്റെ വീട് കിട്ടി. ഇവിടെ ഒന്നും ഒന്നുമില്ലേ. ബെഡ് ഇരിക്കട്ടെ, ആവശ്യം വരും. രാത്രിയാകുമ്പോൾ അമ്മയടുത്തും കൂടെ പറഞ്ഞ് നടന്നുറങ്ങാമല്ലോ. ഈ വീട്ടിനകത്തൊക്കെ അമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ട് പറ്റൂലേ. അടുത്തവൻ ഒരു ദിവസം എൻ്റെ കൈ കിട്ടും. നമുക്ക് ഈ അതേ ഇരിക്കുന്നു ഹേബൽ നല്ല യൂസുള്ള സംഭവമാണ്. ബ്രെഡ് അത്യാവശ്യം നല്ല ഫുഡാണ് ഗെയിമിൽ. പക്ഷേ ഏറ്റവും സൂപ്പർ ഫുഡെന്ന് വെച്ചാൽ ഈ ഗോൾഡൻ ക്യാരറ്റും സ്റ്റീക്കുമാണ്. ഗോൾഡൻ ക്യാരറ്റ് നമുക്ക് എയർലി ഗെയിമിൽ കിട്ടാൻ ചെറിയ പാടാണ്. ബട്ട് സ്റ്റീക്ക് നമുക്ക് ചുമ്മാ കിട്ടും. ഇതെന്താ അതിൻ്റെ മണ്ടയിൽ? സ്റ്റീക്ക് നമുക്ക് ചുമ്മാ കിട്ടും. കാര്യം എന്ന് വെച്ചാൽ ഒരു കൗവിനെ അങ്ങ് കൊന്നിട്ട് അങ്ങ് ഫർണേഴ്സിൽ കുക്ക് ചെയ്താൽ മതി. അതിന് നല്ല ഇതും കൂടുതലാണ്. മറ്റേ എൻ്റെ പേരെന്തൊന്നും സാച്ചുറേഷൻ അല്ല, എന്തൊക്കെയായാലും കുറേ ഹങ്കർ ബാർ അങ്ങ് കയറും, അത്രേ ഉള്ളൂ. സോ ഇതിനെ ഞാൻ വിടൂല. നിൻ്റെ കൂട്ടുകാരൻ നേരത്തെ തന്നെ അടിയടാ. ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ അത് എപ്പോഴും പറ്റണമെന്നൊന്നുമില്ല. കേട്ടറാ കൊച്ചേർക്ക, കേട്ടറാ. എന്നോട് കളിക്കുമ്പോൾ ഇത്തിരി സൂക്ഷിച്ചൊക്കെ വേണം. സംശയം ഉണ്ടെങ്കിൽ ആ ആശുമോൻ്റെ അടുത്തും ബോബോ ഫാസ്റ്റിൻ്റെ അടുത്തും ചോദിച്ചു നോക്ക്. ഞാൻ ആള് വേറെയാ. നിന്നെന്തായാലും ഞാൻ തട്ടുണ്ട് ഗൈസ്. എനിക്ക് തട്ടാനൊക്കെ അറിയാം. ബ്ലോക്കറൊന്നും ഞാൻ കണ്ടില്ല, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ടാക്സും കൂടെ ക്രാഫ്റ്റ് ചെയ്യണമായിരുന്നു. ഇനിയിപ്പോൾ ഇതിട്ട് തന്നെ പൊട്ടിക്കാം. ഇതൊക്കെ ഇനി പൊട്ടിച്ചപ്പോൾ തീരും. നമുക്കങ്ങനെ അയൺ കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഹെവിയിൽ ഇരിപ്പുണ്ട്. അങ്ങോട്ട് ഇട്ടോ. നമുക്ക് ഫുഡ് കഴിക്കണം, കാര്യം ഫുഡില്ല. സോ നമുക്ക് ആദ്യം ഒരു ഷീൽഡ് ഉണ്ടാക്കാം. ഷീൽഡ് മെയിനാണ്. ആൻഡ് നമുക്കൊരു വീറ്റ് വെച്ച് ബ്രെഡ് ഉണ്ടാക്കാം. നമുക്ക് ഈ ബ്രെഡും കൂടെ ഉണ്ടാക്കിയിട്ട് വല്ലതും തിന്നില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. നേരത്തെ റോട്ടൻ ഫ്ലഷ് തിന്നാരും അറിയാമല്ലോ. അങ്ങനെ
ഈ ചപ്പും ചവറൊക്കെ എന്തിനാ എൻ്റെ ഇരിക്കുന്നു? ഇത് ആവശ്യം വരുമായിരിക്കും. നമുക്കിതെടുത്ത് ജസ്റ്റ് പിടിച്ചിട്ട് നമുക്ക് ആഹാരം കഴിക്കാം. തലമുറ എങ്ങനെ പൊടിക്കുന്നു? ഇപ്പോൾ ഇതും കൂടെ ബ്രെഡ് ആക്കാനുള്ളത് എല്ലാവരും കിട്ടും. ഞാൻ ഈ കളിയിൽ നെതറിലോട്ടൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ഹേബേലായിട്ട് വെച്ചിട്ടുണ്ട് വലിയ കാര്യമൊന്നുമില്ല. നെതറിലാണെങ്കിൽ എം എൽ ചെയ്യാനൊക്കെ ഹേബേലുണ്ടേ പറ്റൂ. ഹേബേലും പൗഡർ സ്നോയി എം എൽ ജിക്ക് പോടുക നെതറിൽ. ഇവിടെ ആകുമ്പോൾ വാട്ടർ കിട്ടും, പക്ഷെ അവിടെ വാട്ടറൊന്നും പറ്റില്ല. ഈ വീടിനകത്ത് എന്തെങ്കിലും കൊണ്ടോ? ഇല്ല, സൂപ്പർ. നമുക്ക് ഇവിടെയും കുറച്ച് ഇരിപ്പുണ്ട്, ഇതും കൂടെ ഒക്കെ എടുക്കാം. നമ്മൾ ഇന്ന് ജയിക്കൂ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതുവരെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ ജയിക്കില്ലെന്ന്. എനിക്ക് ജയിക്കുന്നുണ്ടോ എന്നല്ല കാര്യം, ഞാൻ PvP ഇതൊക്കെ ആദ്യമായിട്ടാണ്. എന്ന് വെച്ചാൽ ഇതേപോലത്തെ സംഭവങ്ങളിലൊക്കെ ആദ്യമായിട്ടാണ്. അല്ലാതെ ചുമ്മാ കളിക്ക് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ കളിക്ക് ചെയ്ത 2 കളിയിലും ഞാൻ തോറ്റിട്ടുമുണ്ട്. സോ എനിക്കറിഞ്ഞൂടെ, ഞാൻ ഇന്ന് തോക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ നമുക്ക് കുറച്ച് ബ്രെഡും കൂടെ ഉണ്ടാക്കി ഒരു സോഡും കൂടെ ക്രാഫ്റ്റ് ചെയ്യുക. സോഡ് ക്രാഫ്റ്റായി. ഇനി ആൾക്കാർ വരട്ട്. ഈ രാത്രി ആവാൻ കാര്യം ഞാൻ പിന്നെയും ഒരു സ്ഥലം വരെ പോയിരുന്നു. സോ അതുകൊണ്ടാണ് ഞാനിത് എഡിറ്റ് ചെയ്തതാണ്. ഞാൻ ചുമ്മാ നിൽക്കുന്ന പാർട്ടേ ഉള്ളൂ. അതൊക്കെ അത് നിങ്ങൾക്ക് എൻ്റെ ഐറ്റംസ് കണ്ടാൽ മനസ്സിലാവും. ഞാൻ വേറെ ഒന്നും ക്രാഫ്റ്റ് ചെയ്തിട്ടില്ല ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഗെയിം പോസ്റ്റ് ചെയ്തിട്ട് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ചീറ്റിങ്സ് ഒന്നും ചെയ്യാറില്ല. ഇവിടെ ഉണ്ട് ഫുഡിന് നമുക്കിനി പഞ്ഞൊന്നുമില്ല. ഫുഡൊക്കെ നമുക്ക് ആവശ്യത്തിനായി. ഈ വില്ലേജ് എന്താ പകുതി കടലിൽ? എന്തിനാ ഈ ഭാഗത്ത് കടലിലോട്ടൊക്കെ നീട്ടി ചെയ്യുന്നത്? എനിക്കറിഞ്ഞൂടാ. കുഞ്ഞു ഉറങ്ങുന്ന എണീച്ചേ? എന്താ വരുന്നത്? ഒന്നും തിരിയില്ല. കിടന്നു. ഞാൻ കിടന്നു. ഇനിയിപ്പോൾ ഉറങ്ങായി. ഇപ്പോഴാണ് നമുക്ക് സ്വീറ്റ് ഡ്രീംസ് വരെ കിട്ടിയത്. ഇത്രയും ആയോടെ അവന്മാർ. സോ ഗൈസ്, ഇത്തിരി ടഫാവും കാര്യം. അവന്മാരും അയാളൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് പവറൊക്കെ ആയി. ഇതാരോ ഉറങ്ങാത്തത്? ഇന്ന് കിടന്ന് ഉറങ്ങടേ. ഈ ഫാസ്റ്റ് ഇത്തിരി പണിയാണ്. ഫാസ്റ്റ് ഇത്തിരി പണിയാണ്. ഞാൻ എന്തിനാ ഒന്നുകൂടി ഇരിക്കട്ടെ ആവശ്യം വരും. ഈ വില്ലേജറിനെ അടിച്ച ഗോലസ് പോണാവും അങ്ങനെ എന്തോ ഇല്ലേ ഗൈസ്? ഞാൻ അതും ബെഡ്റോക്കിലാണ്. എനിക്കിതിനെ കുറച്ചൊന്നും അറിഞ്ഞൂടാ. എന്തായാലും ഫുഡ് എടുക്കുക. ഈ കുതിരയെ കൊണ്ട് എനിക്ക് പന്നിയാൽ മതി. പശു ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, പശു നല്ലൊരു ഫുഡാണ് ഗെയിമിൽ. നമുക്ക് പശുവിനെയും കൂടെ കൊന്ന് പശു കൗരക്ഷാതൽ ബീഫ് തടോ. അതും ഗ്രീൻ കോട്ടില്ലേ? നീ എന്തിനോട് വയ്ക്കണം? നീ ഗ്രീൻ കോട്ടിനെ കൊണ്ട് യാതൊരു ആവശ്യമില്ല. അവൻ പണിയെടുക്കൂല, നമുക്ക് ട്രേഡും ചെയ്യൂല, വില്ലേജറിലൊരു അധിക പെറ്റായിട്ട് ഇങ്ങനെ നടക്കുകയും ചെയ്യും. നിന്നെ വച്ചിട്ട് എനിക്കൊരു ആവശ്യമില്ല. അവനെ അടിച്ചതിന് ഗോലസ് പോണാവൂ. ട്രൈ ചെയ്ത് നോക്കണം. കിടന്ന് ഓടാടാ. നിൽക്കടാ. ഒന്നും ഇല്ലടാ, അടിച്ചോട്ടറാ പ്ലീസ്. ഇനിയിപ്പോൾ അവിടെ നിൽക്കട്ടെ. ഓടിയ ഓടുന്ന ഗൈസ്, ആ വില്ലേജർ പടമായി. ഗോലൊന്നും സ്പോണായില്ല. എൻ്റെ വിശ്വാസം തെറ്റായിരുന്നു. അത് ഐ തിങ്ക് ബെഡ്റോക്ക്. ഈ ബെഡ്റോക്ക് കളിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളെ പാടെനിക്ക് മനസ്സിലാവും. കാര്യം ഈ ബെഡ്റോക്ക് കളിക്കുന്നവർക്ക് ഒരു ഭയങ്കര ചാലഞ്ചസ് ആണുള്ളത്. കാര്യം ഈ ബെഡ്റോക്കൊക്കെ കളിക്കുന്നവർ മിക്കവരും ഈ ഫോണിലും ഒക്കെയാണ് കളിക്കുന്നത്. അതിൽ ഇത്രയും പാടുള്ള വെതറും ഇത്രയും മറ്റേ ബഗ്ഗായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കളിച്ച് വരുന്നവർക്ക് ഒരു വലിയ സല്യൂട്ട് തന്നെ കൊടുക്കണം. കാര്യം ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല, പക്ഷെ കളിച്ചവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പാടാണ്, നീ ഒരു ദിവസം കളിച്ച് നോക്കണമെന്നൊക്കെ. ബട്ട് ഞാൻ കളിക്കുന്നില്ല, എനിക്ക് വയ്യ. ഈ ജാവ എന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതോടെ എനിക്കറിയാം. അതിൽ നമുക്ക് അണ്ടർ വാട്ടറിലൊക്കെ റെഡ് സ്റ്റോണൊക്കെ വയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നതായിട്ട്. സോ ഗൈസ്, നമ്മളിതേപോലത്തെ വെറൈറ്റി കണ്ടൻറ്റൊക്കെ ചെയ്യുന്നതാണ്. നിങ്ങൾ കമൻറ്റിൽ പറയുക. അടുത്ത് നമ്മളൊരു മാൻ ഹണ്ടാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഞാനിതേപോലെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു വീഡിയോ ഒക്കെ ഇടാൻ നോക്കാം, ശ്രമിക്കാം ഗൈസ്. കാര്യം ഇപ്പം എക്സാമൊക്കെ ആയിരിക്കുകയാണ്. സോ
വീഡിയോ താമസിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതും കൂടെ ചേർത്ത് ഞാൻ വേറൊരു ദിവസം ഫുൾ ഇടുന്നതായിരിക്കും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മൾ വീഡിയോ കാണുന്നത്. സോ ഇതെന്താ ഇത്? എന്തൊക്കെയോ അഡ്വാൻസ്മെൻ്റൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് യാത്രയോട് യാത്രയാണ്. നമുക്ക് യാത്ര ചെയ്ത് അങ്ങോട്ടെങ്കിലുമൊക്കെ എത്തണം. അതാണ് ഇന്നത്തെ ഗോള്. ഇന്നത്തെ ഗോള് PvP ജയിക്കുക. അതാണ്. ഈ വീഡിയോയ്ക്ക് എത്ര ലെങ്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഞാൻ വലുതായിട്ട് എഡിറ്റൊന്നും ചെയ്യാതെയാണ് അത് ഇടുന്നത്. കാര്യം നിങ്ങൾ ചീറ്റ് ചെയ്തെന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. മൺഫൂജി എത്തി. ഞാൻ ചീറ്റ് ചെയ്യുന്നില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഞാൻ എഡിറ്റൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇടുന്നത്. നമുക്കിത് ഒന്ന് കറങ്ങിയിട്ടൊക്കെ നോക്കാം. എവിടെയെങ്കിലുമൊക്കെ എത്തും. മൈൻക്രാഫ്റ്റ് സ്ക്വയർ അല്ലേ, എവിടെയെങ്കിലുമൊക്കെ എത്തുമായിരിക്കും. ഞാൻ എന്തിനാ ഇപ്പോൾ ഈ പുല്ലൊക്കെ അറിയുമോ? അറിഞ്ഞോ? എനിക്കൊന്നും. നമുക്ക് ഇതുവഴി പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ എത്തും. അങ്ങോട്ട് കുറച്ച് സ്റ്റോണിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്. അവിടെ അയണ് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. അയണ് നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കോളും വേണം. കാര്യം നമുക്ക് സ്മെൽറ്റ് ചെയ്യണം. അതിന് ആദ്യം ഒരു സ്റ്റോൺ പിക്കാക്സ് എൻ്റെ ഗതികേട് നോക്ക് ഗൈസ്. അയണിൻ്റെ അഡ്വാൻസ്മെൻറ്റ് കിട്ടിയിട്ടാണ് എനിക്ക് സ്റ്റോണിൻ്റെ കിട്ടുന്നത്. ആദ്യമാണെന്ന് വെച്ചാൽ സുമ്മാവാ. ഞാൻ ഇടയ്ക്ക് എൻ്റെ സ്കിന്ന് മാറ്റി ഞാൻ പറഞ്ഞില്ല. സ്കിന്നിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഇതായിരിക്കും എൻ്റെ സ്കിൻ. ഇവിടെ ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇതേതോ മലയാണെന്ന് തോന്നുന്നു. ഒരു ബക്കറ്റും കൂടെ ക്രാഫ്റ്റ് ചെയ്തിട്ട് ഒരു വാട്ടർ വെളിയിറക്കുക. ഒരു വാട്ടർ ബക്കറ്റും ക്രാഫ്റ്റ് ചെയ്തല്ല. ഇനി എവിടെന്നെങ്കിലുമൊക്കെ വന്ന് വീഴുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ MLG വേണം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് MLG കിട്ടാറുള്ളൂ. സോ അതൊരു ബാഡ് ഐഡിയ ആണെന്ന് തോന്നുന്നു. നമുക്ക് അയണ് കിട്ടുന്നതനുസരിച്ച് ചെയ്യാം ഗൈസ്. നമുക്ക് അയണ് കിട്ടുന്നതനുസരിച്ച് ചെയ്യാം. ഈ അയണ് കിട്ടാനും ഇപ്പോൾ കുറച്ച് പാടാണ്. KV ഇറങ്ങിയാൽ പോലും ഇപ്പം അയണ് കുറച്ചേ കിട്ടത്തുള്ളൂ. പിന്നെ ഇത്രയും കോള് പോരെ? ഇത്രയും കോളൊക്കെ മതി. നമുക്ക് നേരെ അയണെല്ലാം കിട്ടുമെന്ന് നോക്കാം. ഈ ആന്ത്രസൈറ്റൊക്കെ വെച്ച് എന്ത് ചെയ്യാനാണ് എനിക്ക് അറിഞ്ഞുകൂടാത്. നല്ല ഇത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആന്ത്രസൈറ്റ് വെച്ച് പ്രത്യേകിച്ച് വലിയ ഉപയോഗമൊന്നുമില്ല. അയൺ കിട്ടി. എനിക്ക് അയൺ വേണം. നമുക്കിന്നൊരു ഉടൻ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യാം. നാളെ സ്റ്റിക്കില്ല. സോ സ്റ്റിക്ക് ഉണ്ടാക്കാം. ആക്സും കൂടെ അങ്ങ് ഉണ്ടാക്കിയാൽ വേണ്ട. ആക്സ് വേണമായിരുന്നു. ബട്ട് ഇപ്പം നമുക്ക് അയൺ എടുക്കണം. അതാണ് നമ്മളെ ലക്ഷ്യം. നമുക്കിതൊരു ഇങ്ങനെ അയൺ കുറച്ചും കൂടെ കിട്ടിയാൽ നമുക്കൊരു ആർമറങ്ങ് സെറ്റാക്കാമായിരുന്നു. സോ ഗൈസ്, നമ്മൾ ആദ്യം ഇതൊരു 20 മിനിറ്റ് PvP പ്ലാൻ ചെയ്തതായിരുന്നു. ബട്ട് നമ്മൾ ആദ്യം ഒരു ട്രയൽ നോക്കിയപ്പം എല്ലാവർക്കും പകുതി വെച്ച് എവിടേക്കോ പോവേണ്ടിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോവേണ്ടിയൊക്കെ ചില ആവശ്യങ്ങൾ വന്നായിരുന്നു. നമ്മൾ 40 മിനിറ്റിലോട്ട് നീട്ടിയത്. അടുപ്പിച്ചൊരു 10 മിനിറ്റൊന്നും നമ്മൾ ഇല്ലായിരുന്നു ഇവിടെ. അയ്യോ അമ്മേ, സത്തമുണ്ടല്ലോ ഗൈസ്. നമ്മളിത്രയും കഷ്ടപ്പെട്ട വേസ്റ്റാണ്. കാര്യം ഇപ്പം കീപ്പ് ഇൻവെൻട്രി ഓണാക്കിയിട്ടില്ല. കീപ്പ് ഇൻവെൻട്രിയിൽ വയ്ക്കത്തുമില്ല. നമുക്കാണെങ്കിൽ സമയം കുറച്ചേ ഉള്ളൂ. സംഭവങ്ങൾ പോയി കഴിഞ്ഞാൽ പോയതാണ്. നമ്മൾ ആദ്യം തൊട്ടേ ഗ്രൈൻഡ് ചെയ്ത് വരേണ്ടി വരും. പിന്നെയും നമ്മൾ ജസ്റ്റ് മിസ്സാണ് ഗൈസ്. അതിന് നിന്ന് നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ട. ഇതൊന്ന് മാറ്റിക്കോട്ടെ, അല്ലെങ്കിൽ നേരത്തെ പറയുന്നത്. നമുക്ക് ഇപ്പം തന്നെ വീഡിയോ കുറച്ച് ഓവർ ലെങ്ത് ആയില്ലേ? നോക്കാം. നമുക്കൊന്ന് കുറച്ചും കൂടെ അയൺ കിട്ടുമെന്ന് നോക്കാം. എനിക്ക് ഇത് ഇഷ്ടമല്ല. കാര്യം അത് ഷവലിട്ട് പൊട്ടിക്കളിപ്പോൾ. ഈ പിക്കാക്സൊക്കെ ഇട്ട് പൊട്ടിച്ചു. നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടെയൊക്കെ തപ്പി നോക്കാം. ഇതുവഴി പോയാൽ എവിടെ എത്തും? അവന്മാരായിട്ട് ഇപ്പം കയറി വന്നു കഴിഞ്ഞാൽ പണിയാവും. കാര്യം അവന്മാർ വന്നു കഴിഞ്ഞാൽ എൻ്റെ പുറകെ ഒന്നും മാറത്തില്ല.
പിന്നെ നമുക്ക് കിട്ടുന്നത് ഷെയർ ചെയ്യേണ്ടി വരും. ഷെയർ ചെയ്യണം, ഇതിൽ പറ്റിയില്ല. കാര്യം PvP ആണ്. നമ്മളെ സാധനങ്ങൾ അവർക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മളെ നെഞ്ചത്തേറിന്ന് പൊങ്കാലയിടും. സോ ഇന്നത്തേക്ക് ഇത്രയും മതിയെന്ന് തോന്നുന്നു. കാര്യം ഇപ്പം തന്നെ വീഡിയോ കുറച്ചും കൂടെ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. ഇതിൻ്റെ പാർട്ട് 2 ഉടനെ വരുന്ന